എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യ സമര ക്വിസ് എന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളുടെ എല്ലാം സ്കൂളിൽ ആഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം ഉണ്ടാകും, ശരിയല്ലേ? അപ്പോൾ ആ ഒരു ക്വിസ് മത്സരത്തിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ LP വിഭാഗത്തിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പിക്ചർ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്വിസിൻ്റെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഈ പടത്തിൽ ഗാന്ധിജിനെ കാണാം, ശരിയല്ലേ? ഗാന്ധിജിനെയാണ് നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്, ശരിയല്ലേ? ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്? മക്കൾക്ക് ഓൾറെഡി ആൻസർ അറിയെങ്കിൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്ത്. അറിയില്ല, കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്? കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചേട്ടൻ ആൻസർ പറയാണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം. ആരായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഓക്കെ, കുട്ടികളുടെ എല്ലാം പ്രിയങ്കരനായ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെല്ലാവരും ചിത്രത്തിൽ നോക്കി അതിലൊരു റാണി പട പൊരുന്നതായിട്ട് കാണാം, ശരിയല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ പട പൊരുതുന്ന ഒരു റാണിയെ നമ്മുടെ ചിത്രത്തിൽ കാണാം. ആരാണത്? ഝാൻസി റാണിയാണ്, ശരിയല്ലേ? നിങ്ങൾക്കറിയാമായിരിക്കും, ഝാൻസി റാണിയൊക്കെ പട പൊരുതിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ച ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഏത് വർഷത്തിലാണ്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. 1857. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ബ്രിട്ടീഷുകാർ ഈ ഒരു സമരത്തെ ശിപ്പായി ലഹള എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ശിപ്പായി ലഹള നടന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചാലും 1857 ഉത്തരം. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെല്ലാവരും സ്ക്രീനിൽ നോക്കിയാൽ ഒരു സമരത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പടമാണിത്. ഈ ഒരു സമരത്തിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഓക്കെ, അപ്പോൾ ആരാണ് ഈ ഒരു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകിയത്? അപ്പോൾ ക്വസ്റ്റ്യൻ ചേട്ടൻ ഒന്നുകൂടി പറയാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരായിരുന്നു? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഗാന്ധിജി ആയിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് നൽകിയത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി ഒരു സമരത്തിൽ പങ്കെടുക്കുകയാണ്, ശരിയല്ല? നിങ്ങൾ പടത്തിൽ നോക്കി. ഈ ഒരു സമരം എന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത സത്യാഗ്രഹ സമരമാണ്. അപ്പോൾ ഏതായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായിട്ട് നേതൃത്വം നൽകിയ സത്യാഗ്രഹ സമരം? അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം കൊടുത്ത ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, ബീഹാറിലാണ് ഈ ഒരു ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി നിലകൊണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കൾക്ക് സ്ക്രീനിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കാണാം, ശരിയല്ലേ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പടമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആരായിരുന്നു ഇത്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ആരായിരുന്നു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത്? അപ്പോൾ മക്കൾക്ക് ആൻസർ അറിയെങ്കിൽ 6 എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 6 എന്ന് എഴുതിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ അറിയത്തില്ലെങ്കിൽ ചേട്ടൻ ആൻസർ പറയാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബാലഗംഗാധര തിലകാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ കറുത്ത ഒരു ഏടായിട്ട് പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഞ്ചാബിലെ അമൃതസറിൽ ജാലിയൻ വാലാബാഗ് മൈതാനിൽ കൂടിച്ചേർന്നിരുന്ന സാധാരണക്കാർക്ക് നേരെ ജനറൽ ഓ ഡയറിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിവെപ്പിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഏതു വർഷമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഏതു വർഷമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അപ്പോൾ മക്കളെ വർഷം മാത്രം ഓർത്താൽ മതി, 1919 ആൻസർ. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കൾ സ്ക്രീനിൽ കാണുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പടമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കടപ്പുറത്ത് വെച്ചായിരുന്നു ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തിയത്? അതായത് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൽ ഏത് കടപ്പുറത്ത് വെച്ചായിരുന്നു ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത്? ഇനി നമുക്ക് ഉത്തരം നോക്കാം. ഗാന്ധിജി 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഉപ്പ് കുറുക്കരുതെന്ന നിയമം ലംഘിക്കുന്നത് ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ദണ്ഡി കടപ്പുറമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് ഈ ദണ്ഡി കടപ്പുറം? ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം. ഓക്കെ, അപ്പോൾ ഗുജറാത്തിലാണ് ഈ ഒരു ദണ്ഡി കടപ്പുറം ഉള്ളത്. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ ആയിരുന്നു ഈ ഒരു ദണ്ഡി മാർച്ച് നടത്തിയത്. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പടമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഗാന്ധിജിയെ പോലെ കേരളത്തിൽ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. കണ്ണൂരിലെ പയ്യന്നൂരിലായിരുന്നു ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കേരള ഗാന്ധി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം. കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അപ്പം മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും, കെ കേളപ്പനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കെ കേളപ്പനെയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തിട്ടാണ് കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്? ഗാന്ധിജിയെ പോലെ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയതാണ് ഈ ഒരു കെ കേളപ്പൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പടമാണ് മക്കൾ സ്ക്രീനിൽ കാണുന്നത്. ആരെയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? അപ്പോൾ ഞാൻ ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അപ്പോൾ മക്കൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് വന്ദേ മാതരം, ശരിയല്ലേ? അപ്പോൾ ആരാണ് ഈ വന്ദേ മാതരം രചിച്ചത്? ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയപ്പെടുന്ന വന്ദേ മാതരം രചിച്ചത് ആരാണ്? അപ്പോൾ ചേട്ടന് ആൻസർ പറയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്ന പാട്ട് ഏതാണ്? വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ദേശീയ ഗീതം എന്നറിയപ്പെടുന്ന വന്ദേ മാതരത്തിനെ കുറിച്ചാണ്, ശരിയല്ലേ? അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദേശീയ ഗാനം എന്നറിയപ്പെടുന്നത് ജനഗണമനയാണ്, ശരിയല്ലേ? മക്കൾ സ്ക്രീനിൽ കാണുന്നത് ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ ആളുടെ പടമാണ്. അപ്പോൾ ആരാണ് ഈ ഒരു ജനഗണമന എഴുതിയത്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എഴുതിയത് ആരാണ്? ഇത് നമുക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും, ശരിയല്ലേ? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഒരു ജനഗണമന എഴുതിയത്. ഇന്ത്യയുടെ ദേശീയഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു തവണ വന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിരുന്നു. വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള റോഡ് എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് വർഷത്തിലാണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടന്നത്? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഏടായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? അപ്പോൾ ചേട്ടൻ ആൻസർ പറയാണ് 1924 ഈ ഒരു വൈക്കം സത്യാഗ്രഹം നടന്നത്. ചേട്ടൻ എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് മനസ്സിലാവും. 100 വർഷം തികയാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ട്, 100 വർഷം തികയാണ് ഈ ഒരു 2024. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്.
ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മക്കൾ സ്ക്രീനിൽ കാണുന്നത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനത്തിൻ്റെ പടമാണ്. അതെന്താ ഈ വട്ടമേശ സമ്മേളനം? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചില ചർച്ചകൾ ഇന്ത്യക്കാരുമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തുകയുണ്ടായി. അപ്പോൾ അതിനാണ് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 3 ഉണ്ടായത്. അതിലൊന്നിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? 1ാമത്തെയാണോ 2ാമത്തെയാണോ 3ാമത്തെയാണോ ഗാന്ധിജി പങ്കെടുത്തത്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി പങ്കെടുത്തത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എത്രാമത്തെ വട്ടമേശ സമ്മേളനം ആയിരുന്നു? മക്കൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഗസ് ചെയ്താൽ മതി. 1ാമത്തെയാണോ 2ാമത്തെയാണോ 3ാമത്തെയാണോ? അപ്പോൾ മക്കൾ ഗസ് ചെയ്തപ്പോൾ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും. 2ാമത്തെ വട്ടമേശ സമ്മേളനമാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 1931 നടന്ന 2ാമത്തെ വട്ടമേശ സമ്മേളനമാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ കിസിന് ചോദിക്കുന്നത് അറിയുന്നുണ്ടാവില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ ഗസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ട് ശരിയായിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ശരിയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തെറ്റിപ്പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുതിയൊരു അറിവ് കിട്ടിയില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വിസ് സെറ്റിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് 15ാമത്തെ ഈ ഒരു ക്വിസ് സെറ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പടമാണ് മക്കൾ സ്ക്രീനിൽ കാണുന്നത്. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? അപ്പോൾ ചേട്ടൻ ആൻസർ പറയാണ്, ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മക്കൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഇതുപോലത്തെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യ സമര ക്വിസിന് പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വിസിൽ പങ്കെടുക്കുന്നത് ജയിക്കാൻ മാത്രമല്ല അറിവ് കിട്ടാൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വിസിൽ പങ്കെടുത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.